ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചോറിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിത് ബാക്കി വന്ന ചോറും അതുപോലെ തന്നെ ഒരു സവാളയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു സവാള ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ചോറിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഇതുപോലെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടൊരു 5-6 വെളുത്തുള്ളി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിച്ചോറ് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. വീട്ടിലെപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ, എരിവ് എത്ര വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ അത്രയൊക്കെ ചേർത്താൽ മതി, പകുതി മുഴുവൻ ചേർക്കണ്ട. അപ്പോൾ കുറച്ച് നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുരു പെടാതെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് 1 സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കാരണം അത് വറ്റി വരാൻ പിന്നെയും നമ്മൾ കുറേ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും മസാല നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് കിട്ടും. അപ്പോൾ അതേ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ആ ഒരു മസാല ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്ന ചോറ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറുണ്ടല്ലോ, അത് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം, ബസ്മതി അരി വേവിച്ച് ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചോറിന് ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കപ്പ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് കുഴയാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒന്ന് ചിക്കി പൊരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റും കൂടെ നമ്മൾ ജസ്റ്റ് ഈ ചോറൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു സാലഡോ ഉണ്ടെങ്കിൽ ധാരാളമാണ്, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്